ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചലഞ്ച് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മളൊരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ കേട്ടോ. അതും 24 hours റെഡ് കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ആണ് ഇന്ന് ചെയ്യണത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. റെഡ് കളർ ഫുഡ് ചലഞ്ച് ആയതുകൊണ്ട് ഞാനിന്ന് റെഡ് ഡ്രസ്സൊക്കെയാണ് വെയർ ചെയ്തേക്കുന്നത്. ഞാനിതാ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയി വന്നേക്കാണ് കേട്ടോ. ഇന്ന് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടാണ് കുളിച്ച് ഫ്രഷ് ആയത്. എൻ്റെ ഹെയറും ചെറുതായിട്ടൊരു റെഡ് കളർ ഉണ്ടോ എന്നൊരു സംശയം. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ 24 hours വെള്ളം കുടിക്കണ്ടേ, വെള്ളം കുടിക്കുന്നത് നമുക്ക് റെഡ് ആവണം, പിന്നെ ലഞ്ച്, ഡിന്നർ, സ്നാക്സ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓക്കെ, നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പം ഞാൻ അതാ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഡ്രിങ്ക് ആണ്. അതായത് നമുക്ക് 24 hours വെള്ളം കുടിക്കണം. അപ്പോൾ സോ ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി സെലക്ട് ചെയ്തത് വാട്ടർമെലൺ ജ്യൂസാണ്. പുറം ഭാഗം പച്ചയാണെങ്കിലും ഉള്ളിൽ റെഡ് ആയിരിക്കണം. യെസ്, ആയിരിക്കണം. മഞ്ഞയുണ്ട്, എനിക്കറിയില്ല, ഞാൻ റെഡ് ആവും എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. സോ ഞാൻ 24 hours നിന്ന് വാട്ടർമെലൺ ജ്യൂസും പിന്നെ വേറെ കുറച്ച് ജ്യൂസാണ് കുടിക്കാൻ പോകുന്നത് കേട്ടോ. യെസ്, അങ്ങനെ 24 hours എനിക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. റെഡ് കളർ ഡ്രിങ്ക്, നല്ല ഹെൽത്തിയാണ് എന്തായാലും ഡ്രിങ്ക്, വാട്ടർമെലൺ ജ്യൂസ് ആയ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിക്കുന്നത് ദോശ ഉണ്ടാക്കാമെന്നാണ്. ദോശ അമ്മ എനിക്ക് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കുള്ള ഫുഡ് ഞാൻ തന്നെ കുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ചിലപ്പോൾ മിക്കതും ഇന്നത്തെ ദിവസം ഞാൻ തന്നെ ആയിരിക്കും എനിക്കുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്യുക. യെസ്, മുടി ഞാൻ കെട്ടി വെച്ചേക്കാണ് കേട്ടോ, ക്ലിപ്പ് ഇട്ട് വെച്ചേക്കാണ്. എനിക്കിങ്ങനെ കിച്ചണിൽ അഴിച്ചിട്ട് നടക്കാൻ ഒട്ടും ഇഷ്ടമല്ല. സോ ഞാൻ ക്ലിപ്പ് ഇട്ട് വെച്ചതാണ് കേട്ടോ. ഉണങ്ങിയിട്ടേ ഇല്ല, ഞാൻ ക്ലിപ്പിട്ട് വെക്കാറില്ല അങ്ങനെ. ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോയിരുന്നു. എനിക്ക് അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ദോശയുടെ മാവ്. അപ്പം ഞാൻ വിചാരിക്കേണ്ടത് ഇതിൽ നമുക്ക് വൈറ്റ് അല്ലേ, അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാമെന്നാണ്. അത് എരിവ് ഉണ്ടാവില്ല, ഒരു കളറല്ലേ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് ദോശ ചൂടാം. പിന്നെ ചമ്മന്തി ആയിട്ടതാ തക്കാളി ചമ്മന്തി അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു റെഡ് കളറിൽ കൂട്ടാം, നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ദോശ ചൂടാം. അപ്പം ഞാൻ എന്താ നിറവറയുടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ദോശമാവിൽ ചില്ലി പൗഡറൊക്കെ മിക്സ് ചെയ്യണത്. എനിക്ക് പിന്നെ എരിവ് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ മുളക് പൊടി കളറ് മാത്രമേ ഉണ്ടാവൂ എന്നാണ് പൊതുവേ പറയാറ്. പക്ഷെ റെഡ് കളർ ആവുന്നില്ല, എന്ത് ചെയ്യും? ചെറുതായിട്ടൊരു റെഡ് ആയിട്ടുണ്ട് കേട്ടോ. അതാ കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട് ചുട്ട് വരുമ്പോൾ നോക്കി നോക്കാം നമുക്ക്. വയറ് കംപ്ലൈൻ്റ് ആവാൻ ഞാൻ മതിയായിരുന്നു. വീഡിയോ എടുക്കണ കാരണമാണോന്ന് അറിയില്ല, ഇന്ന് ദോശ കറക്റ്റ് ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം ചുട്ടെടുത്തു 2 ദോശ. അതും ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡ് പ്ലേറ്റിലേക്കാണ് കേട്ടോ അത് മാറ്റിയത്. നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് റെഡ് കളറാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ, കറക്റ്റ് റെഡ് അല്ല. അപ്പം നമുക്ക് കറക്റ്റ് റെഡ് ആക്കി എടുക്കാൻ നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ തക്കാളി ചമ്മന്തി ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ, അതായത് കാണുന്നുണ്ടോ? യെസ്, ഇതിങ്ങനെ ദോശയും ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് നമുക്ക് റെഡ് കളർ ആക്കി എടുക്കാം. ജസ്റ്റ് ഞാൻ തക്കാളി ചമ്മന്തി ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ദോശയിൽ. ഇനി നമുക്ക് കെച്ചപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഭംഗിയാക്കി എടുക്കാം. കെച്ചപ്പും തക്കാളി ചമ്മന്തി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം പിന്നെ കുഴപ്പമില്ല. കറക്റ്റ് ഇതാ റെഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആ ഒരു തക്കാളി ചമ്മന്തി ടൊമാറ്റോ സോസ് എല്ലാം കൂടിയിട്ട് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്യാം, എന്നിട്ട് കഴിക്കാം കേട്ടോ. യെസ്, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിഷണപ്പോൾ കുറച്ച് മാന്തള നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. റെഡ് കളറാണേ, കണ്ടോ? എന്നിട്ട് പുറത്ത് വന്നിരുന്ന് കഴിക്കുകയാണ്. ഇതിന് ജ്യൂസ് എനിക്കിഷ്ടമല്ല കേട്ടോ. ഇടയ്ക്ക് ഇവർ ജ്യൂസ് മേടിച്ചിട്ട് വരും, എനിക്കിഷ്ടമല്ല. ഇങ്ങനെ കഴിക്കാനിഷ്ടമാണ് എനിക്ക്. ഇത് ഒരെണ്ണം കേട്ടോ,
അതായത് ഇതൊരു മാതള നാരങ്ങയാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മധുരമൊക്കെ ഉണ്ട് കേട്ടോ. വല്ലപ്പോഴേ കഴിക്കും ഞാനിതൊരു തക്കാളി ചോറ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അത് വേഗം കഴിയും. ചോറ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ചോറ് ഉണ്ടാക്കേ വേണ്ടു. ഇത് ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. സത്യമാണോ എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. കാരണം വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. 2-3 വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലഞ്ച് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എനിക്ക് വെറുതെ ഇരുന്നപ്പോൾ ഞാനാണെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടി ചോക്കോ പൈൻ്റെ ഒരു കേക്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തോ പറയുന്ന സാധനത്തിന് ഞാൻ അധികം കഴിക്കാറില്ല. 1-2 വട്ടമൊക്കെ കഴിച്ചിട്ടില്ല കേട്ടോ. അത് വിത്ത് റിച്ച് മാഷ്മെല്ലോ പ്രീമിയം ക്വാളിറ്റി. മാഷ്മെല്ലോ ഉണ്ട് ഇതിനുള്ളിൽ, എനിക്കറിയില്ല കേട്ടോ. റെഡ് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. സോ ഇത് കഴിക്കാം. ഫുൾ ചോക്ലേറ്റാണ് കേട്ടോ. കവർ മാത്രമേ റെഡ് ഉള്ളൂ. ഇവിടെ പുറം ഭാഗം ഉള്ളിലെ ഇതൊക്കെ ഉണ്ട് ചോക്ലേറ്റ് ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എന്തായാലും. അപ്പോൾ ഞാൻ ഇതെന്തായാലും കഴിക്കട്ടെ കേട്ടോ ഫുള്ള്. ഉച്ചയ്ക്കുള്ള തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ കിച്ചണിൽ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റം തക്കാളിയാണെന്നാണ്. കുറേ ഐറ്റം നമ്മൾ തക്കാളി ഉള്ളത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി ചോറ് ഉണ്ടാക്കാൻ പിന്നെ ഈസിയാണ്. ഇന്ന് വളരെ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊന്നും ഇടാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മുട്ടച്ചോറെന്നോ തക്കാളി ചോറെന്നൊക്കെ വിളിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് ഉണ്ടാക്കിയത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് ഞാൻ എന്താ ലഞ്ചിന് ടൊമാറ്റോ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണത്. ടൊമാറ്റോ റൈസിൽ ഞാൻ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എഗ് റൈസെന്നും ടൊമാറ്റോ റൈസെന്നൊക്കെ പറയാം. കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയെന്ന് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എനിക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട്. അച്ഛനമ്മക്ക് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു 1 മണിക്ക് കേട്ടോ. ഇപ്പം സമയം ഏകദേശം 3:30 കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന സമയമാണ്. പക്ഷേ ഞാൻ ചായ കുടിക്കുന്നില്ല. കാരണം ചായയും കോഫി നോർമലി ഞാൻ കുടിക്കാറില്ല. പിന്നെ ചായ എനിക്ക് റെഡ് ആക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാമെന്ന്. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് റെഡ് കളർ. കണ്ടോ, ഫുൾ റെഡ് മയം. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ്. 220 ml കേട്ടോ. എന്തായാലും ഇത് ഫുള്ള് ഞാൻ കുടിക്കില്ല. ഒരു പകുതിയോളൊക്കെ ഞാൻ കുടിക്കുള്ളൂ. കാരണം വയർ ഫുള്ളാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ 40 റുപ്പീസാണ് കേട്ടോ. വയർ ഫുള്ളാവാൻ കാരണം ഞാൻ വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും അത് കുടിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. യെസ്, കൊള്ളാം. ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ആക്കട്ടെ ആദ്യം. ഓക്കെ, പുറത്ത് റെഡ് ആണെങ്കിലും ഉള്ളിൽ പിങ്കാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ എടുക്കുന്നത് പ്രിങ്കിൾസ് ആണ് കേട്ടോ. റെഡ് കളർ പ്രിങ്കിൾസ്. നോർമലി ഞാൻ അങ്ങനെ പ്രിങ്കിൾസ് കഴിക്കാറില്ല. ലേസാണ് കൂടുതൽ കഴിക്കാറുള്ളത്. വല്ലപ്പോഴാണ് ഞാൻ പ്രിങ്കിൾസ് വാങ്ങാറുള്ളത് കേട്ടോ. ഇത് ഒറിജിനൽ പൊട്ടാറ്റോൻ്റെ ആണ് കേട്ടോ ഫ്ലേവർ. സോ നമുക്ക് പ്രിങ്കിൾസ് കഴിക്കാം. പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഞാൻ. ടടാങ്, ഉള്ളിൽ വൈറ്റ് ആണ്. നോർമൽ, പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നല്ല ഉപ്പുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഫുള്ളും കഴിക്കില്ല, കുറച്ചേ കഴിക്കുള്ളൂ.
പിന്നെ വൈകുന്നേരമായപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം വൈകിട്ട് നല്ല മഴയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ ഞാനൊരു കപ്പ് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. റെഡി ടു കുക്ക് കപ്പ് സൂപ്പാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും ടൊമാറ്റോ ഫ്ലേവറാണ്. എനിക്കിതിൻ്റെ തോന്നുന്നു എല്ലാ ഫ്ലേവറും ഇഷ്ടമാണ്. ടൊമാറ്റോ ഉണ്ട്, മഷ്റൂം ഉണ്ട്, അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ഉണ്ട്, സ്പൈസി ചില്ലി ഉണ്ട്, കുറേ ഫ്ലേവേഴ്സിലുണ്ട് കേട്ടോ. ടൊമാറ്റോ ആണ് അതിൽ കുറച്ചും കൂടി എനിക്ക് ഫേവറേറ്റ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം പുറത്ത് നല്ല മഴയാണ്, അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. ആ സമയത്ത് ഈ ഒരു ചൂട് സൂപ്പ് കുടിക്കുമ്പോൾ അടിപൊളിയാലേ. വാവ്. ഇപ്പോൾ സമയം രാത്രി 8:30 കഴിഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കാര്യമായിട്ട് വിശക്കുന്നില്ല. ഇന്ന് കുറേ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും വിശക്കാത്തത് കേട്ടോ. സാധാരണ വിശക്കാറുണ്ട് രാത്രിയാകുമ്പോൾ, പക്ഷെ ഇന്ന് വിശക്കണ തന്നെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ കുറുക്കുറയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാനൊരു 3-4 ബ്രെഡ് കഴിക്കാമെന്നുള്ള പ്ലാനായിരുന്നു, ടോസ്റ്റ് ചെയ്ത് ജാമൊക്കെ തേച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറുകുറ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറുകുറ ആയാലും ഞാൻ ഫുള്ള് കഴിക്കാൻ പോകണമെന്നില്ല, ഒരു പകുതിയോളം കഴിക്കും. ഇന്ന് എന്താണോ വിശപ്പിലാട്ടോ, വയറൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചലഞ്ച് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെയായിട്ട് വയറിന് വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലെ ദോശയിൽ ഞാൻ മുളക് പൊടി ചേർത്തപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇതുവരെയായിട്ട്. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കുറുകുറ പൊട്ടിച്ച് കഴിക്കാം. ബ്രെഡും ജാമും മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം. റെഡ് കുറുകുറയാണേ. കുറുകുറ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണ് അങ്ങനെയൊക്കെ. പ്ലാസ്റ്റിക് ആയിരിക്കാം, എനിക്കറിയില്ല, പക്ഷെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. ഇന്ന് കഴിച്ച കുറേയൊക്കെ ടൊമാറ്റോ ഫ്ലേവറാണ് കണ്ടത്. ഇതും ടൊമാറ്റോ ഫ്ലേവറാണ്. നല്ല ചലഞ്ചല്ല, എനിക്കിഷ്ടമായി. കുറേ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ആലോചിച്ചപ്പോൾ വേറെ ഏതെങ്കിലും കളറൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് എന്ത് കഴിക്കില്ലേ. വയലറ്റൊക്കെ ആണെങ്കിൽ ഓ മൈ ഗോഡ്, വയലറ്റ്, ബ്ലാക്ക്. സമയം 9:30 കഴിഞ്ഞു. ഞാൻ പിന്നെ കുറുകുറ കഴിച്ചിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അത് കാരണം തന്നെ ചെറുതായിട്ട് വിശക്കുന്നുണ്ടോ എന്നൊരു സംശയം. സോ ഞാൻ കിച്ചണിൽ വന്നിട്ട് ഞാൻ ഈ ഒരു ജ്യൂസ് കണ്ടപ്പോൾ ഇത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് എന്താ പറയുക, ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഫുള്ള് തീർന്നിട്ടില്ല കേട്ടോ, ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പം ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ ഇതെടുത്ത് കുടിക്കാമെന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറി ജ്യൂസാണ് കേട്ടോ, വിത്ത് നാട്ട ദേ കൊക്കോ. എന്തത് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുടിക്കുന്നത്. കുഴപ്പമില്ല, സ്ട്രോബെറി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഉള്ളിൽ ജെല്ലി ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി, നല്ലതാണ്. ഞാൻ അടച്ചു വെച്ച് പറയാറുണ്ട്. നമ്മുടെ ചലഞ്ച് വീഡിയോ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി കൂടുതൽ എന്നെ കൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. ഇന്ന് പെട്ടെന്ന് സമയം പോയ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, കുറേ ഫുഡ് കഴിച്ചോണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ സമയം പോയ പോലെ തോന്നുക. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് ഈ ദിവസം അവസാനിപ്പിക്കണ്ട എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം മധുരം കഴിച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് കിറ്റ്കാറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. കുറച്ച് മധുരം, അത് നല്ലതാണല്ലേ. നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലവരിങ്ങനെ മധുരം കഴിക്കും. അതുപോലെ നമുക്ക് കുറച്ച് മധുരം കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് അവസാനിപ്പിക്കാം. എന്തായാലും നല്ല ചലഞ്ചായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനത്തെ ചലഞ്ചൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നല്ല കളേഴ്സ് ആയിരിക്കണം ഇതുപോലത്തെ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കും പർപ്പിൾ വയലറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പെടും. ഓക്കെ, അപ്പം കിറ്റ്കാറ്റ് കഴിക്കാം. ഞാനിതൊന്ന് 1 ബാറാണ് കേട്ടോ എടുക്കണത്, അധികം ഒന്നും എടുക്കുന്നില്ല. എന്താ വരാത്ത എൻ്റെ അടുത്തേക്ക്? ഓക്കെ, വന്നിട്ടുണ്ട്. യെസ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റിൽ ഒന്നാണ് കേട്ടോ കിറ്റ്കാറ്റ്. ഒറ്റ എണ്ണം കഴിക്കുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മത്ത് പിടിക്കും എനിക്ക്. കൊള്ളാം. എന്തായാലും ഈ ഒരു ചലഞ്ച് വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. കാരണം ഞാൻ ഇനി ഒന്നും കഴിക്കാൻ പോകുന്നില്ല, വയറ് ഫുള്ളായിട്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നുണ്ട് റെഡ് കളർ, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല, അത്രയ്ക്കും വയറ് ഫുള്ളായിട്ടോ. ഡിന്നർ പോലും ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കണ്ട, അതിൻ്റെ പകരം കുറേ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചലഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാനൊരു ചലഞ്ച് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഒരു ചലഞ്ച് വീഡിയോ ചെയ്യണത്. 24 hours റെഡ് കളർ ഫുഡ് ചലഞ്ച്. നൈസ്. 24 hours ഇല്ലെങ്കിൽ ഒരു 12-13 hours
റെഡ് കളർ ഫുഡ്. അടിപൊളിയായിരുന്നു. റെഡ് കളർ മാത്രമുള്ള ഫുഡ് കഴിക്കാൻ. പകുതിയും എനിക്ക് തോന്നുന്നു പുറം ഭാഗം റെഡ് ആണെങ്കിലും കവറ് ഉള്ളിൽ പല കളേഴ്സുള്ള ഫുഡ് ഞാൻ കഴിച്ചു. എന്തായാലും കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറേ ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ചലഞ്ചിങ് വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, അത് കാരണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചലഞ്ചിങ് തീർന്നിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.